നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അരുൺ നായർ, 40 വയസ്സ്, 175 സെൻറ്റിമീറ്റർ ഹൈറ്റ്, മൂലം നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MBA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിച്ചിരിക്കുന്നത്. വളരെ പ്രശസ്തമായ ലീല ഹോട്ടൽസിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ലീല ഹോട്ടൽസ് ആൻഡ് പാലസസ് അതിലത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. കൊല്ലം, തിരുവനന്തപുരമായിട്ട് അങ്ങനെ ജോലി ചെയ്യണം. 22 ലക്ഷം രൂപയാണ് സാലറി കാട്ടിയിരിക്കുന്നത്. KP രാമനുണ്ണി നായർ അച്ഛൻ, ഒരു സിസ്റ്റർ ലക്ഷ്മി, അമ്മ ഷീല നായർ. കോഴിക്കോടാണ് ഇവരുടെ നാട്, കോഴിക്കോട് സെറ്റിൽഡാണ്. അരുണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അരുൺ എപ്പോഴും എന്നെ വിളിക്കും. വളരെ നല്ല രീതിയിൽ സംസാരിക്കലും കാര്യങ്ങളും, അതായത് 40 വയസ്സിൻ്റെതായിട്ടുള്ള നല്ല മാച്യൂരിറ്റി കാര്യങ്ങളാണ്. ഇദ്ദേഹം അനവധി ഫോറിൻ കൺട്രികളിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഫോറിൻ കൺട്രിയിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സർ വയ്യ, ഒറ്റയ്ക്കുള്ള ജീവിതം വളരെയധികം മടുത്തു. അപ്പോൾ തോന്നി നാട്ടിൽ വന്ന് ജോലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹം പെട്ടെന്നങ്ങ് നടക്കുമല്ലോ. നിർഭാഗ്യവശാൽ 40 വയസ്സായിട്ടും വിവാഹം നടന്നിട്ടില്ല. നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു കുട്ടി, അസലായിട്ട് വർത്താനം പറയും, ചിരിച്ച് കളിച്ച്, അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഒരു മിടുക്കൻ എന്ന് പറയില്ലേ നമ്മൾ, നല്ലൊരു മിടുക്കൻ കുട്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അരുൺ നായരുടെ കേസ് പരിഗണിക്കാവുന്നതാണ്. കൊല്ലം, തിരുവനന്തപുരമൊക്കെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കോഴിക്കോട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ എങ്ങനെയാണെങ്കിലും, ഇപ്പോൾ ഫോറിനിലാണെങ്കിലും മൂപ്പർക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ അല്ല, ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ്. ഒരിക്കൽ കൂടെ അരുണിനെ കുറിച്ച് ഞാൻ പറയാം. അരുൺ 40 വയസ്സ്, 175 സെൻറ്റിമീറ്റർ ഹൈറ്റ്, മൂലം നക്ഷത്രം, എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ലീല ഹോട്ടൽസ് ആൻഡ് പാലസ് എന്നുള്ള ഹോട്ടൽ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. കൊല്ലം, തിരുവനന്തപുരത്തൊക്കെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. 22 ലക്ഷം രൂപയാണ് സാലറി. അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് MBA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. KP രാമനുണ്ണി നായർ അച്ഛൻ, അമ്മ ഷീല നായർ, ലക്ഷ്മി സിസ്റ്റർ, കോഴിക്കോട് സെറ്റിൽഡാണ്. താല്പര്യമുള്ള, അത്യാവശ്യം പ്രായമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തു തരുന്നതാണ്. പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക, വലിയ ടെൻഷനാണ്. ആരോട് പറയും, എന്തു പറയും? ഇന്നത്തെ കാലത്ത് ആരാരും വിശ്വസിക്കാനും പറ്റില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്പീഡി ആയിട്ട് കല്യാണം നടക്കും. അനാവശ്യമായിട്ട് ഈ ചതിക്കുഴികളിലൊന്നും വീഴില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റുകളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, വിവാഹപ്രായം എത്തിയ കുട്ടിയുമായി അച്ഛനമ്മമാർ തീർച്ചയായിട്ടും ഒന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാറുണ്ടാകും. അതായത് ക്വാളിഫിക്കേഷൻ ഇന്നത് വേണം, ഹൈറ്റ് ഇത്ര വേണം, വെയിറ്റ് ഇത്ര മതിയാവും എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഒരു അപ്രോക്സിമേറ്റ്, അല്ലാണ്ട് അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ടൊന്നും നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റില്ല.
എന്നാലും അറിഞ്ഞിരിക്കണം അച്ഛനമ്മമാർ എന്തൊക്കെയാണ് ഈ കുട്ടിയുടെ റിക്വയർമെൻറ്റ്. പലർക്കും ലൊക്കേഷൻ വരെ പറയും, ഇന്ന ലൊക്കേഷൻ ആണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്രൊഫൈലുകൾ നോക്കാൻ. രണ്ടാമത്തെ കാര്യം, ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, വെളുത്തങ്കാവ് എന്നൊക്കെ പറയും, അവിടേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അവിടെ പോയി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം പ്രൊഫൈൽ ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കണം. ഒരാൾ വായിക്കുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലായിരിക്കണം പ്രൊഫൈൽ. ഒന്ന്, ജാതകത്തിനെ പറ്റി കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. പലരും എഴുതുന്ന കാണാം 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, ചൊവ്വദോഷം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. ഉണ്ടാകാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊന്നും എഴുതി പിടിപ്പിക്കേണ്ട. അതിൽ എല്ലാവരും ജാതകം നോക്കുന്ന ആൾക്കാരാണ്. ജാതകം നോക്കിക്കോട്ടെ, പണിക്കര് ജോത്സ്യനെ കൊണ്ടുപോയി നോക്കട്ടെ. ജോത്സ്യനെ കണ്ട് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ പറയാവൂ. അല്ലാതെ നമ്മളായിട്ടൊരു മുൻവിധി നടത്താൻ പാടില്ല, എന്നും പ്രൊഫൈൽ എഴുതാനും പാടില്ല. അപ്പോൾ ജാതകം അത്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ. പലരും കാണാം BTech, MTech എന്ന് എഴുതിയിട്ടുണ്ടാവും. എവിടെ നിന്നാണ് പാസ്സായിരിക്കുന്നത്, ഏത് വർഷമായിരുന്നു എന്നോ ഒന്നും കാട്ടിയിട്ടുണ്ടാവില്ല. പലപ്പോഴും IIT ചെന്നൈയിൽ നിന്ന് പാസ്സായിട്ടുണ്ടാവാം, ചിലപ്പോൾ NIT കോഴിക്കോട് നിന്നായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജുകളായിരിക്കാം. ഏതോ ആവട്ടെ, ആ കോളേജുകൾക്കൊക്കെ ഒരു വിലയുണ്ട്. ആ വില നമ്മൾ മനസ്സിലാക്കണം. ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൃത്യമായിട്ട് എഴുതണം. അടുത്തത്, ജോലി. എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏതാണ് സ്ഥാപനം, എത്ര രൂപ ശമ്പളം, അവർക്ക് CTC എത്രയാണെന്നുള്ളത് കാട്ടണം. അല്ലാണ്ട് ടേക്ക് ഹോം സാലറി അല്ല കാട്ടേണ്ടത്, കൃത്യമായിട്ട് CTC തന്നെ കാട്ടണം. കമ്പനിയുടെ പേര് കാട്ടണം, എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ എന്ന് കാട്ടണം. ഇതെല്ലാം കാട്ടിക്കഴിയുമ്പോൾ ഏകദേശം ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നന്നായിട്ടുണ്ട് പ്രൊഫൈല്. എക്സാഗ്രേറ്റ് ചെയ്തിട്ട് മക്കളെ പറ്റി വലിയ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. അതൊക്കെ കുറച്ച് എഴുതുക. കാരണം അത് വായിക്കുന്നവർക്ക് വളരെ അത്സരപ്പെടുത്തുന്ന രീതിയിലാവരുത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു മാട്രിമോണിയലിനെ കണ്ട് ഇതൊന്ന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഈ നല്ല മാട്രിമോണിയൽ എങ്ങനെ കണ്ടുപിടിക്കും? 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന മാട്രിമോണിയൽ സൈറ്റിൽ പോയി അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം, എത്ര രൂപയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, കല്യാണം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപ വാങ്ങിക്കും, ഓരോ പ്രൊഫൈൽ അയക്കുമ്പോൾ സെപ്പറേറ്റ് പൈസ ഉണ്ടോ, എന്തൊക്കെയാണ്, ഏതൊക്കെ, എല്ലാം കൃത്യമായിട്ട്. കാരണം ഈ വിവാഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു വഴക്കോ ബഹളമോ ഉണ്ടാവാൻ പാടില്ല. പല ആളുകളിലും പല വീടുകളിലും കാണുന്ന കാഴ്ചകളുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ വിട്ട് ഫുൾ പൈസ കൊടുക്കില്ല, ഡെക്കറേഷൻകാരന് ഫുൾ പൈസ കൊടുക്കില്ല, അവസാനം അവരൊക്കെ ആയിട്ടൊരു വഴക്ക് ബഹളം. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ തങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ എല്ലാ മനുഷ്യർക്കും പറ്റും. അതുമ്പിൽ കുറേ പൈസ കുറയ്ക്കുക, അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം അവരാരും വേണമെന്ന് വെച്ച് നിങ്ങളുടെ മക്കളുടെ വിവാഹം മോശമാവണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ കഴിയാവുന്നത്ര അവരെയൊക്കെ ഒരു 10 രൂപ ചിലപ്പോൾ കൂടിയെന്ന് വരാം കൊടുക്കുക. കാരണം ഇതിലൊന്നും ദാരിദ്ര്യം കാട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സംസാരിക്കുക. ഇതൊക്കെ ഒന്ന്. അപ്പോൾ ഈ പ്രൊഫൈലെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈലുകൾ വരാൻ തുടങ്ങും. പ്രൊഫൈലുകൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുക. ഈ പ്രൊഫൈൽ ഓക്കെ ആണോ, ഫോട്ടോ കാട്ടിക്കൊടുക്കുക, ഹോറോസ്കോപ്പ് കാട്ടിക്കൊടുക്കുക. ഹോറോസ്കോപ്പ് കുട്ടികൾക്ക് കാട്ടിക്കൊടുത്തോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മറിച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കുക. ഫോട്ടോ കാട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾ പറയും, ഓക്കെ പ്രൊസീഡ് ചെയ്തോളൂ, എനിക്കിഷ്ടപ്പെട്ടു. പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്സാപ്പ് നമ്പർ കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. കുട്ടികൾ ഒരു പരിചയം വരുത്തുക, അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. അവർ സംസാരിക്കേണ്ട 4-5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആസ് ഓഫ് നൗ അല്ലെങ്കിൽ പ്രസൻ്റ്ലി വല്ല ലവ് അഫെയറും ഉണ്ടോ എന്ന് ചോദിക്കണം. മുന്നത്തെ കഥകൾ ചോദിക്കണ്ട.
രണ്ടാമത്തെ കാര്യം, കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് സംസാരിക്കുക. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്താ പഠിച്ചത്, അമ്മ എവിടെ ജോലി ചെയ്തിരുന്നു, അച്ഛൻ എവിടെ ജോലി ചെയ്തിരുന്നു, വീട് എവിടെ, നാട് എവിടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് പാസ്സായിരിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പാസ്സായിരിക്കുന്നത്, അത് വെരിഫൈ ചെയ്യണം. ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരുടെ എഡ്യൂക്കേഷൻ നോക്കിയിട്ടായിരിക്കും, അവരവിടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരവിടെ ജോലി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അടുത്തത് അമിതമായ EMI ഉണ്ടോ, ബാങ്കിന് എത്ര കൊടുക്കാനുണ്ടോ, ലോണുകൾ അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എത്രയോ ലോൺ ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് സംസാരിക്കുക കുട്ടികൾ തമ്മിൽ. കുട്ടികൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം മാത്രം അവർ പെണ്ണ് കാണാൻ ചടങ്ങിലേക്ക് പോകാവൂ. ഒരു കാരണവശാലും ചാടിക്കേറി പെണ്ണ് കാണാൻ പോകരുത്. ഇതെല്ലാം പരിചയപ്പെട്ടു, അവർ നല്ല ഒരു ഡിസ്കഷനൊക്കെ വെച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം തെറ്റുകൾ പറയുന്നുണ്ട്. ഒരു പരിധി വരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, 100% ഒന്നും പറ്റില്ല. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിന് പോകാവൂ. പെണ്ണ് കാണാൻ ചടങ്ങിന് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയാവുന്നത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെണ്ണ് കാണാൻ ചടങ്ങ് കഴിയുമ്പോൾ ഫൈനൽ വിസിൽ അടിക്കണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും പിന്നെ ഒരു നോ എന്ന് പറയാൻ ഏർപ്പാടുണ്ടാവരുത്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളുടെ കേസുകളിലേക്ക് അറിയാം, ചാടി കയറി പെണ്ണ് കാണാൻ പോകും. അവരൊരു പരിചയമായിട്ടുണ്ടാവില്ല, ഒന്നും സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എൻഗേജ്മെൻറ്റ് വളരെ ചാടി കയറിയിട്ട് എൻഗേജ്മെൻറ്റ്. കൊച്ചിൻ എയർപോർട്ടിൽ ഫ്ലൈറ്റ് നിൽക്കുകയാണ്, എനിക്ക് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്ന എത്ര കേസുകൾ എനിക്കറിയാം. തിരക്ക് പിടിച്ച് ചെയ്യും, അവസാനം എന്താവും, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു വേണ്ട വെച്ചു. ഇനി കഷ്ടകാലത്തിന് കല്യാണം കഴിഞ്ഞാണ്ടല്ലോ മാക്സിമം 1 മാസം, അത് കഴിയുമ്പോഴേക്കും കുടുംബ കോടതിയിലേക്ക് എത്തും ഇതൊക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും തിരക്ക് പിടിച്ച് ചെയ്യരുത്. എത്ര തിരക്ക് പിടിച്ച് വരുന്നവരോ അവരോട് പോയിക്കൊള്ളാൻ പറയുക, തിരക്കില്ലാത്ത സമയത്ത് വരാൻ പറയുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ ദാമ്പത്യ ജീവിതം, അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ് വളരെ സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.